ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് അടിമാലിക്കടുത്ത് 200 ഏക്കർ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡെന്നി തോമസ്. ഈ പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 1200-ലധികം ഗാനങ്ങൾ തൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ബ്രദറിനോട് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണ്. അതോടൊപ്പം തന്നെ സംഗീതത്തെക്കുറിച്ചും ഒക്കെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ബ്രദറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ ആദ്യം? എന്നെ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ഗോസ്പൽ TV UPയോടുള്ളതായ നന്ദിയെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് മുൻപേ ഓർപ്പിച്ചതുപോലെ തന്നെ ഡെന്നി തോമസ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് 200 ഏക്കർ എന്ന് പറയുന്നതായ സ്ഥലത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ, ഒരു മോൻ. അവൻ്റെ പേര് തോംസൺ എന്നാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ബ്രദർ സുവിശേഷകനാണോ? അതെ, സുവിശേഷകനാണ്. ഓക്കെ. അപ്പോൾ ബ്രദർ ജനിച്ചു വളർന്ന പശ്ചാത്തലമൊക്കെ ഏത് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നാണ് ബ്രദറൊക്കെ ഇതിലേക്ക് വന്നത്? അതോ ജനിക്കുമ്പോൾ തന്നെ പെന്തക്കോസ്തൽ വിശ്വാസത്തിലായിരുന്നു? ഞാൻ ജനിക്കുമ്പോൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലാണ് വളർന്നത്. നിങ്ങൾ സഹോദരങ്ങളൊക്കെ എത്ര പേരാണ്? ഞങ്ങൾ 5 മക്കളാണ്. എനിക്ക് ബാക്കിയുള്ളവരിൽ എൻ്റെ മൂത്തതാണ്. 4 ജ്യേഷ്ഠന്മാരുണ്ട്, ഒരു സഹോദരിയുണ്ട്. ഞാനാണ് ഏറ്റവും ഇളയ ആൾ. ഓക്കെ. അപ്പോൾ പിന്നെ ബ്രദറിന് ഒരു സുവിശേഷകനായി തീരണം എന്നുള്ളൊരു ആഗ്രഹം വരാനുള്ള കാരണം എന്താ? എനിക്ക് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ ചെറുപ്പം മുതലേ കർത്താവിനെ അറിയുവാനുള്ളതായ ഒരു ഭാഗ്യമുണ്ടായി. വളരെ ചെറുപ്രായം മുതൽ ദൈവവചനം കേൾക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലം മുതലേ എൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആഗ്രഹമാണ് ദൈവവേല ചെയ്യണം, ദൈവത്തിന് വേണ്ടി മുൻപോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം. അതെ. അപ്പോൾ ഇതിനൊരു പ്രചോദനമായി തീർന്ന ആരാ? പിതാവാണോ? അതെ, തീർച്ചയായിട്ടും പിതാവാണ്. പിതാവിൻ്റെ ശുശ്രൂഷകൾക്കൊപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തനിയെ ഉണ്ടായ ഒരു ബോധ്യമാണോ, ഞാൻ വിചാരിക്കുന്നു അത് ദൈവം നൽകിയ ഒരു പ്രചോദനമാണെന്നാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. പിതാവ് ഇവിടുത്തെ ഈ അടിമാലി മേഖലയിലെ ആദ്യകാല സുവിശേഷകനാണ്. അതെ, ആദ്യകാല സുവിശേഷം. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. ഓ. ഇപ്പോൾ ബ്രദർ ഏത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ അവർ ഈ ഹൈ റേഞ്ചിൽ വന്ന് താമസം തുടങ്ങിയ കാലം മുതൽ അവരാരംഭിച്ചതായ ഒരു പ്രവർത്തനമുണ്ട്. ഒരു പെന്തക്കോസ്ത് സഭയുണ്ട്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ പിതാവിൻ്റെ കാലശേഷം പിന്നെ സഭയുടെ ചുമതലയേറ്റ് ഞാൻ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ നേരെ മൂത്തതായ ഒരു സഹോദരനുണ്ട്. താനും സുവിശേഷ വേലയിലാണ്. കർത്താവ് തന്നെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ബ്രദർ പ്രവർത്തിക്കുന്നത്? ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു കാലഘട്ടത്തിൽ പല സുവിശേഷ ടീമുകളുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യകളിൽ പോയി കുറേ കാലങ്ങൾ അങ്ങനെ സുവിശേഷ പ്രവർത്തനം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലാണെങ്കിലും ചില ഗോസ്പൽ ടീമുകളുടെ കൂട്ടത്തിൽ ചേർന്ന് അങ്ങനെ പ്രവർത്തിക്കുവാനുള്ളതായ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ആ ചർച്ചിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ ബ്രദർ ഇതുമായിട്ട് വന്ന ഈ സംഗീതത്തോട് ബ്രദറിനൊരു വലിയ താല്പര്യം ഉണ്ട്. അത് ഈ സംഗീതം, ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിനോട് എന്താണ് അങ്ങനെ ഒരു താല്പര്യം വരാനായിട്ടുള്ള കാരണം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ഒരു പാട്ടുകൾ, ഇൻസ്ട്രുമെൻസുകളോടൊരു താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ പിതാവിന് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു.
പാടുമായിരുന്നു. ആ കാലഘട്ടത്തിൽ താൻ ഹാർമോണിയം, അന്ന് ഹാർമോണിയമാണല്ലോ അന്നത്തെ കാലത്തൊക്കെ യൂസ് ചെയ്യുന്നത്, അത് ഒരു ആശാൻ്റെ കീഴിൽ പോയി അന്നത്തെ കാലത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിതാവിൽ ഉണ്ടായിരുന്ന ഒരു കഴിവാണത്. അത് തലമുറകളായിട്ട് ഞങ്ങളിലും സഹോദരങ്ങളിലൊക്കെ ആ കഴിവുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനും പാടാനും ഒക്കെ ഉള്ളത് ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ സംഗീത പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ചെറിയ ബാല്യത്തിൽ അന്ന് ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളെല്ലാം കൂടി ചേർന്നാണ് അതിൻ്റെ ആ സംഗീത ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ മുതലേ ഈ ഒരു മേഖലയോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് നമ്മൾ വചനമൊക്കെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സുവിശേഷ മേഖലയിൽ സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, ഒരുപാട് സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്നും ബോധ്യപ്പെട്ടപ്പോൾ അതും കൂടി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ആ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രദർ ചെയ്യുന്നത്? ഇപ്പം ഞാൻ നേരത്തെ ഒരുപാട് കൺവെൻഷൻ മീറ്റിങ്ങുകൾക്കൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പോകാറുണ്ട്, കൺവെൻഷനൊക്കെ നടക്കുന്ന സമയങ്ങളിൽ കൺവെൻഷന് പോകാറുണ്ട്. അല്ലാത്ത ടൈമുകളിൽ കൂടുതലായിട്ടും ചെയ്യുന്ന നമ്മൾ പാട്ടുകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുക, ഓർക്കസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള ആ ഒരു. ക്രിസ്തീയ പാട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ അതോ സിനിമാ മേഖലകളിലുണ്ടോ? ഇല്ല, ക്രിസ്തീയ പാട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അതെന്താ ക്രിസ്തീയ പാട്ടുകൾ മാത്രം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം? അതിൻ്റെ സുവിശേഷ വേല എന്നുള്ള രീതിയിൽ അല്ലേ? സുവിശേഷ വേല എന്നുള്ളത് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു താലന്ത് അത് ദൈവത്താൽ ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം തന്ന ഒരു കഴിവ് അത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതായ ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ട് മറ്റു വർക്കുകൾ വരാറുണ്ടായിരുന്നു, പലരും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമായതുകൊണ്ട് ഞാൻ ക്രിസ്തീയ പാട്ടുകൾക്ക് മാത്രമേ അങ്ങനെ പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാൾ പശ്ചാത്തല സംഗീതം എന്നൊക്കെ നമ്മൾ എഴുതി കാണിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഒരാൾ അർത്ഥമാക്കുന്നത്? എന്താണ് ശരിക്കും ഈ പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത്? പശ്ചാത്തല സംഗീതം എന്ന് പറയുമ്പോൾ ഒരാളൊരു പാട്ട് എഴുതി, ആ പാട്ട് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത് നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ പാട്ടിന് ഒരു ട്യൂൺ നൽകുക എന്നുള്ള, ഒരു ഈണം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈണം നൽകി വരുന്ന പാട്ടുകൾ പിന്നെ ആളുകൾക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വാദ്യോപകരണങ്ങളുടെ ഒരു അകമ്പടി അതിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പാട്ടിന് വേണ്ടതായ അനുയോജ്യമായിട്ടുള്ളതായ സംഗീത ശബ്ദങ്ങൾ അതിന് വേണ്ട രീതിയിൽ ക്രമീകരിക്കുക, ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിന് വേണ്ടതായ നിലയിൽ അതിനെ അറേഞ്ച് ചെയ്ത് കേൾക്കുവാൻ ഇമ്പകരമായ രീതിയിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് പശ്ചാത്തല സംഗീതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഗീതജ്ഞൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന അല്ലെ അതിന് കൈകാര്യം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക പേരുകളുണ്ടോ? ഒരു സംഗീതജ്ഞൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? സംഗീതജ്ഞൻ എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും ചെയ്യുന്ന എൻ്റെ ഒരു അറിവ്, അവരാ പാട്ടുകൾക്ക് അവർക്ക് എഴുതി കിട്ടുന്നതായ, ചിലർ എഴുതാറുണ്ട്, എഴുതി ലഭിക്കുന്നതായ ആ പാട്ടുകൾക്ക് ഒരു ഈണം പകരുക എന്നുള്ളതാണ്. അങ്ങനെ ഈണം പകരുന്ന ആളുകളിൽ സംഗീതജ്ഞരിൽ അനേക ആളുകളുണ്ട്. അവർ തന്നെ ഇതുപോലെ പശ്ചാത്തല സംഗീതം ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ക്രിസ്തീയ മേഖലകളിൽ നമ്മൾ പാടുന്ന പഴയ ഒരുപാട് ഗാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗാനങ്ങൾക്കൊക്കെ അറിയാവുന്നതായ പാട്ടുകൾക്കൊക്കെയും സംഗീതം ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് രണ്ടും ചെയ്യുവാൻ. ഇത് രണ്ടും രണ്ട് വിഭാഗമാണ് അല്ലേ? അല്ല, എന്താണ് അത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ സംഗീതജ്ഞന്മാർക്ക് എല്ലാവർക്കും പശ്ചാത്തല സംഗീതം ഒരുക്കാൻ സാധിക്കുമോ? എല്ലാവർക്കും കഴിയില്ല, കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റുകൾ കൈകാര്യം, ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. എല്ലാവർക്കും ഇല്ല, ചിലർക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രദറിൻ്റെ ഒരു ഗുരു, അതായത് ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ ബ്രദർ എവിടുന്നാണ് ഇത് പഠിച്ചത്? എവിടുന്ന്? അത് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയത്തില്ല. കാരണം ഉള്ളിൽ നമുക്കൊരു സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വാസന നമുക്കിങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിന് ഇന്നതായ രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയാൽ കൊള്ളാം എന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ വെച്ച് സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് മുൻപ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് വരുന്നതിന് മുൻപ്
കീബോർഡ് വെച്ചിട്ട് കീബോർഡിൽ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അന്ന് ഈ ഇന്ന് കാണുന്ന പോലെ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത്ര വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല. കീബോർഡിലാണ് ഞാൻ ആദ്യത്തെ എൻ്റെ കുറച്ച് പാട്ടുകൾ ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്. അതെ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ വരുന്നതായ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അതൊരു ദൈവം തന്ന ഒരു വരമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ബ്രദർ ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? ഞാൻ കീബോർഡായിരുന്നു ആദ്യ കാലങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം ഗിറ്റാറും വായിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഗിറ്റാറാണ് കൂടുതലും വെളിയിൽ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്നത്, അത് കൺവെൻഷൻ വേദികളിലൊക്കെ. പിന്നെ നമ്മൾ ഈ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീബോർഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് കീബോർഡാണ്. ഇപ്പോൾ എത്ര പാട്ടുകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ കൃത്യമായിട്ടും ഒരു കണക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിലും എൻ്റെ ഒരു ധാരണ ഒരു 1000-ഓളം പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. 1000-ഓളം പാട്ടുകൾ. അതിൽ പ്രശസ്തമായ പാട്ടുകൾ ഏതൊക്കെയാണ് ബ്രദർ ഈ ചെയ്തതിൽ? അങ്ങനെ ഒരു പാട്ടെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ചില വർഷങ്ങളായിട്ട് ഈ മേഖലയിലുണ്ട്. അപ്പം ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു കുറച്ച് നാളുകൾ ആ പാട്ട് ഓടും, പോപ്പുലറാകും. അത് കഴിയുമ്പോഴത്തേനും അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു പാട്ട് വരും. അപ്പോൾ അത് മുങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ഇത് കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത പാട്ട് വരും. ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ കഴിയത്തില്ല. ഈ പ്രശസ്തരായ ഏതൊക്കെ ഗായകരുടെ കൂടെയാണ് ബ്രദർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളത്? ഞാൻ പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത് MG ശ്രീമാർ പാടിയ പാട്ടുണ്ട്. പിന്നെ മാർക്കോസ്, KG മാർക്കോസ് പാടിയ പാട്ടുകളുണ്ട്. പിന്നെ കെസ്റ്റർ, ജോബി ജോൺ ഐഡിയ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു. പിന്നെ ഇമ്മാനുവൽ ഹെൻറി, പിന്നെ ക്രിസ്തീയ നമ്മുടെ ആത്മീയ മേഖലകളിൽ പാടുന്നതായ ഒട്ടനവധി മിക്ക പാട്ടുകാരുടെയും പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ജിജി സാം, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ വളരെ പ്രശസ്തയായ ഒരു ഗായികയാണ് കോട്ടയം ആലീസ്, പുള്ളിക്കാരിയുടെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്രിസ്തീയ മേഖലയിലുള്ള ആളുകളുടെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ക്രിസ്തീയ മേഖലയിലുള്ള എല്ലാ പാട്ടുകാരുടെ ഒപ്പം തന്നെ ആ പാട്ടുകാരുടെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ MG ശ്രീകുമാറും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ പാട്ടുകാരൻ. അതെ. അപ്പോൾ അവരോട് ഒക്കെ ഒന്നിച്ച്, അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒന്നിച്ച് ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു പുതിയ അനുഭവം ബ്രദറിന് ലഭിക്കുന്നത്? ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഒരുമിച്ച് എല്ലാവരും കൂടി വന്നിരുന്നല്ല ചെയ്യുന്നത്. പാട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വേറെ ഏതെങ്കിലും സ്റ്റുഡിയോയിലൊക്കെ ആയിരിക്കും. ഞാൻ എൻ്റെ വർക്കുകൾ ഞാൻ ചെയ്യേണ്ടതായ ഇതിൻ്റെ എല്ലാം ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുന്നത് വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം മറ്റു സ്റ്റുഡിയോകളിൽ പോകും. നമുക്ക് ലൈവായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, ഇപ്പം തബലയോ അല്ലെങ്കിൽ ഫ്ലൂട്ടോ അതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകളൊക്കെ വയലിനൊക്കെ വായിക്കേണ്ടി വരുമ്പം നമ്മളത് വെളിയിലുള്ള സ്റ്റുഡിയോകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ പല സ്റ്റുഡിയോകളിൽ പോയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുമായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ മാർക്കോസ്, KG മാർക്കോസ് ചേട്ടൻ, അതുപോലെ കെസ്റ്റർ, അങ്ങനെയുള്ളതായ ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് സ്റ്റുഡിയോകളിൽ വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഗായകരുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒരു പാട്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരു വലിയൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. അവരെ കാണുമ്പം അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. അത് ജീവിതത്തിലൊരു വലിയ നല്ല അനുഭവമായിട്ട് തന്നെ കാണുന്നു. അതെ. അപ്പോൾ ബ്രദറിന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? വിദ്യാർത്ഥികളുണ്ടോ ഈ ഇത് പഠിക്കാനായിട്ട്? വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ മറ്റ് സ്കൂളുകളിലൊന്നും പോയി പഠിപ്പിക്കുന്നൊന്നുമില്ല? സ്കൂളിലുണ്ട്. സ്കൂള് അടിമാലിയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ബ്രദറിന് ഇതാണോ ബ്രദറിൻ്റെ സംഗീതം, ഈ പ്രോഗ്രാമാണോ ബ്രദറിൻ്റെ കൂടുതൽ സമയം? കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ പശ്ചാത്തല സംഗീതം ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ ചെയ്തു വരാൻ എത്ര സമയം എടുക്കും? അത് നമുക്ക് അങ്ങനെ ഒരു കൃത്യ സമയം നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡിയ അനുസരിച്ചാണ്. ചില പാട്ടുകൾ വളരെ പെട്ടെന്ന് തീരാറുണ്ട്. ചില പാട്ടുകൾ ചിലപ്പം കുറച്ച്
ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഒരു പാട്ട് ഇത്ര സമയം കൊണ്ട് തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. തന്നെയല്ല, ഈ മേഖലയിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു പാട്ട് കിട്ടിയാൽ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്, ചിലർ ദിവസങ്ങളെടുത്ത് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ അടിമാലി ഭാഗത്തു നിന്ന് ഇങ്ങനെ വേറെ ആരെങ്കിലും ബ്രദറിനെ പോലെ ഇങ്ങനെ ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ഇത് ഈ അടിമാലി ബ്രദർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തീയ പാട്ടുകൾ മേഖലയിൽ എൻ്റെ അറിവിൽ വേറെ ഉള്ളതായിട്ട് ഇല്ല. മറ്റ് പാട്ടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ക്രിസ്തീയ പാട്ടുകളല്ലാതെ ഉള്ള വർക്കുകളൊക്കെ, ആൽബങ്ങളും അതുപോലെയുള്ള പാട്ടുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ ഇനി എന്താണ് ബ്രദറിൻ്റെ ഒരു ഫ്യൂച്ചർ, ഒരു ഭാവി പരിപാടികൾ എന്താണ്? മെയിനായിട്ടും സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇത് ചെയ്യുന്നു. ഇത് കർത്താവ് വന്ന ഒരു താലന്തായതുകൊണ്ട് അതുതന്നെയാണ് ചെയ്തു പോകുന്നത്. അതിനകത്തുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്, എൻ്റെ ഭാര്യ സൂസൻ ഡെന്നി എന്നാണ്. ഭാര്യ പാട്ട് പാടാനുള്ള കഴിവ് കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൺവെൻഷൻ ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ ഭവനമായിട്ട് തന്നെ പോയി അങ്ങനെ പാടാറുണ്ട്. ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനും പോകുന്ന എൻ്റെ മോനുണ്ട് തോംസൺ ഡെന്നി, അവനും കീബോർഡ് വായിക്കും. അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കഴിവ് കർത്താവ് തന്നിട്ടുള്ളതുകൊണ്ട് ഫ്യൂച്ചറിലും ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി അത് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതെല്ലാം ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് വന്നതോടുകൂടി നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ കീബോർഡ്, ഡ്രം സെറ്റ്, ഗിറ്റാറ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു 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 ഡിം സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ എല്ലാം ഇപ്പോൾ കരോക്കെ അതൊക്കെ ഇട്ട് നമുക്ക് പാടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻസിൻ്റെ പണ്ടൊക്കെ ഒരു ഗാനമേളയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഉപകരണങ്ങളായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിലായി. അതും ആയിട്ടുള്ളൊരു വെല്ലുവിളി എന്താണ്? ഇപ്പോഴത്തെ ഈ ബ്രദർ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നു, ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളി എന്താണ്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു കൺവെൻഷൻ വേദിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കീബോർഡ്, ചിലപ്പോൾ ഒരു റിതം പാഡ്, ചില സ്ഥലങ്ങളിൽ കീബോർഡ് മാത്രമേ കാണാറുള്ളൂ. അതിൻ്റെ ഒരു കാരണം പറയപ്പെടുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകളെ, എല്ലാ ഉപകരണങ്ങളും വായിക്കുന്ന ആളുകളെ വിളിച്ചാൽ വലിയൊരു സാമ്പത്തികം അതിൻ്റെ പിന്നിൽ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഒരു കീബോർഡ് മാത്രം ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് വളരെ ചിലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതായ ഒരു ധാരണയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ഭാഗത്ത് അത് ഗുണകരമാണ്. പക്ഷേ മറുഭാഗത്തുള്ളൊരു ദോഷം എന്ന് പറയുന്നത്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം സുവിശേഷവലിയായി ചെയ്യുന്ന ഒരുപാട് സുവിശേഷന്മാരുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു വീക്ഷണത്തോടുകൂടി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തന്നെ ഇത് അവരുടെ ഒരു ഉപജീവനമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുമുണ്ട്, ക്രിസ്തീയ മേഖലയിലുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേദികളില്ലാതെ അവർ വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് കലാകാരന്മാർ, അവർക്ക് വേദികളില്ല. എവിടെയും കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു കീബോർഡും ഒരു റിതം പാഡ് വായിക്കുന്ന ആൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണം. അതെ. അപ്പോൾ ഇനി എന്താണ് ബ്രദറിൻ്റെ ഒരു ഭാവി പദ്ധതികൾ? എന്താണ് ഭാവി പദ്ധതികൾ? ഇത് തന്നെയാണ് മ്യൂസിക്. നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക മെച്ചം ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ ഒരു സാമ്പത്തികം, ഒരു ഇൻകം എന്ന് പറയുന്നത് ഈ ഞാൻ ചെയ്യുന്ന ഈ ഒരു വർക്കിലൂടെയാണ്. പക്ഷെ ഞാൻ ലക്ഷ്യമിടുന്നത് അതിൽ കൂടി ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല, സുവിശേഷ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അത് ഫ്യൂച്ചറിൽ കർത്താവിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ബ്രദറിന് നമ്മുടെ ഈ സുവിശേഷകരോടൊക്കെ എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? സുവിശേഷകരോടുള്ള സന്തോഷം എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത്, നമ്മളുടെ ടൈം നമ്മൾ വചനപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവ്, നമ്മളെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. കഴിവതും നമ്മളുടെ സമയം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉയർത്തുക. നമ്മൾ സുവിശേഷം, ഗോസ്പൽ എല്ലായിടത്തും
നമ്മൾ അറിയിക്കുക എന്നുള്ളത് ഒരു സന്ദേശമാണ്. ഇന്നത് ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ നാളുകളെക്കാളും വളരെ ശക്തിയോടെ ഈ നാളുകളിൽ അത് പബ്ലിക് ഇടങ്ങളിൽ, പൊതു വേദികളിൽ അതൊന്ന് ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും വരുന്ന കാലങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നമ്മൾക്ക് അനുഭവത്തിൽ കൂടിയും വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് എപ്പോഴും ഒരു എതിര് നമുക്ക് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സുവിശേഷ ഘോഷണം നടത്തുന്ന എല്ലാ ദൈവദാസന്മാരും അത് വളരെ ശക്തിയോടെ ചെയ്യട്ടെ. ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും എത്രയും വേഗം ആ ഒരു മേഖലയിലേക്ക് എത്തപ്പെടട്ടെ, കർത്താവിൻ്റെ വേല തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്ദേശം. ഇനി എന്തെങ്കിലും ബ്രദറിന് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് ഇന്ന കാര്യങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു, ഞാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു, പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ബ്രദറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഞാൻ സംഗീതത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇന്ന് ക്രൈസ്തവ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ വന്നുവല്ലോ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാനൊരു 2 വരി വേണമെങ്കിൽ പാടാതെ. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈ പാട്ടെന്ന് പറയുന്നത് എൻ്റെ പിതാവ് എഴുതിയതാണ്. എൻ്റെ പിതാവിൻ്റെ പേര് MC തോമസ് എന്നാണ്. പിതാവിൻ്റെ ശുശ്രൂഷയുടെയൊക്കെ ആദ്യ കാലഘട്ടത്ത് എഴുതിയ ഒരു ഗാനമാണ്. അപ്പോൾ ഈ പാട്ട് ക്രൈസ്തവ ലോകത്തിന് മിക്ക ആളുകൾക്കും പരിചയമുള്ള ഒരു ഗാനമാണെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അപ്പോൾ ഈ പാട്ട് ആളുകളിലേക്ക് എത്തുവാൻ ഇടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, മരിച്ചുപോയ PV ആശാരി ഉപദേശിയും എൻ്റെ പിതാവും വളരെ ഒരു അടുത്ത സ്നേഹിതന്മാരായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ അവർ എപ്പോഴും വരികയും ഞങ്ങളുടെ കൺവെൻഷന് അവർ കുടുംബമായിട്ട് വന്ന് പ്രസംഗിക്കുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ പാട്ട് എൻ്റെ പിതാവ് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാടി കേൾക്കുകയും അദ്ദേഹം ഈ പാട്ടുകൾ പല പോകുന്ന സ്ഥലങ്ങളിലേക്ക് പാടുകയും അങ്ങനെ ആ കാലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ട് എത്തപ്പെട്ടു. അങ്ങനെ ആ പാട്ട് വളരെ ഒരു പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. അതിനുശേഷം ചില കാലങ്ങൾക്ക് ശേഷം മറ്റൊരു വ്യക്തി ഈ പാട്ട് ആരുടെയെന്ന് അറിയില്ലാതെ ഒരു കാസറ്റ് ഇറക്കുകയും ആ കാസറ്റ് വളരെ പോപ്പുലറാകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ പാട്ട് കേൾക്കുകയും ഒന്നും കൂടി അതൊന്ന് ബൂസ്റ്റപ്പ് ആയിട്ടുണ്ട് ആ പാട്ട്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു സന്തോഷവും ഒരു എന്താ പറയുന്നത് ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എൻ്റെ സഹോദരൻ ഡേവിഡ് അടിമാലി എന്നാണ്, അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും പാട്ടുകൾ ആ കാലഘട്ടം കാസറ്റ് ഇറങ്ങുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ താൻ എഴുതിയ ഒരു 10ഓളം പാട്ടുകളും എൻ്റെ പിതാവ് എഴുതിയ ഈ പാട്ടും ചേർത്ത് ഒരു കാസറ്റ് ഇറങ്ങി. അപ്പോൾ ഈ ടൈമിലെല്ലാം ഇത് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കീബോർഡുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്തത്. അന്ന് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പാട്ട് ഇറങ്ങിയ ഒരുപാട് ആളുകളിലേക്ക് ആ കാസറ്റുകളൊക്കെ എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ സഹോദരനാണെങ്കിൽ എഴുതുകയും പിതാവിൻ്റെ പാട്ടുകളും മറ്റ് പാട്ടുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം ഇരുന്നപ്പോൾ കൂടുതലായി പാട്ടുകൾ ആളുകളിലേക്ക് എത്തിക്കണം, ദൈവം തരുന്ന ആ ഒരു കഴിവും പാട്ടുകളൊക്കെ അങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ അവിടെ മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഓർക്കസ്ട്രേഷൻ ചെയ്ത് നമ്മളാൽ കഴിയുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്ത് അത് പുറത്തേക്ക് കൂടുതലായി കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹം. അങ്ങനെ അതിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എന്താ പറയുക, ഇതിന് വേണ്ടതായ ഈ എക്യുപ്മെൻസുകളൊക്കെ പതുക്കെ നമ്മൾ അത് ദൈവം തന്നു എന്ന് വേണം എൻ്റെ അനുഭവത്തിൽ എനിക്കത് പറയുവാൻ. കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവത്തിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി തന്നു. അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ആൽബം എന്ന് പറയുന്ന ഒരു ഹിന്ദി ആൽബത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. അത് എൻ്റെ ഒരു വളരെ ക്ലോസ് ഒരു ഫ്രണ്ടാണ്, അബ്രഹാം ജോർജ് എന്നാണ്. അദ്ദേഹം ഗോവയിലാണ്, ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്. അവിടെ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഹിന്ദി ആൽബം ഫസ്റ്റ് തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ മുതൽ ഇത് ആരംഭിച്ചു. അതിനുശേഷം പിന്നെ അത് കീബോർഡിൽ നിന്ന് സോഫ്റ്റ്വെയറിലോട്ട് ചേഞ്ചായി. അങ്ങനെ അത് മെല്ലെ ഒരുപാട് ആളുകളുടെ പാട്ടുകളിലേക്ക് കടക്കാനുള്ളതായ വെച്ചാൽ പാട്ടുകൾ കിട്ടാനുള്ളതായ സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ പാട്ടുകൾ ചെയ്യാനുള്ള ഒരു
ഒരു സാഹചര്യത്തിലോട്ട് എത്തി. അപ്പം ഇതിനകത്തുണ്ടായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഗ്രഹം അത് ദൈവമായിട്ട് തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതിലൊരു സംതൃപ്തനാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മേഖലയിൽ എനിക്കത് നിലനിൽക്കുവാൻ അല്ലെങ്കിൽ ഇതുവരെ എത്തപ്പെടാൻ കഴിഞ്ഞു. ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് എനിക്ക് മലയാളത്തിൽ മാത്രമല്ല മലയാളം ഒഴികെയുള്ള ചില ഭാഷകളിലും പാട്ടുകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ തമിഴ് ആൽബം ചെയ്തിട്ടുണ്ട്, ക്രിസ്തീയ പാട്ടുകൾ. അതുപോലെ തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്, ഹിന്ദി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് സോങ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഷകളിൽ ഈ കാസറ്റ് അല്ലെങ്കിൽ CD ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖലകളിലൊക്കെയും ദൈവത്തിന് വേണ്ടി ലഭിച്ച ആ ഒരു താലന്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞതിൽ ഒരു അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്തീയ പാട്ടുകളിൽ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഷിബു വേട്ടമല എന്ന് പറയുന്നതായ ഒരു മാന്യദേഹമാണ്. ഉദ്ദേശിയുടെ ഒരു കൊച്ചുമകനാണ്. അദ്ദേഹമാണ് കൂടുതൽ പാട്ടുകൾ ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമയത്ത് ഓർക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബേബി ജോൺ കലയന്താനി, ഇസ്രായേലി നാഥൻ എന്നുള്ള പാട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉറപ്പിച്ചതുപോലെ തന്നെ എൻ്റെ വൈഫും പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ വൈഫും ഒരുപാട് പാട്ടുകൾ, സൂസൻ ഡെന്നി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈഫ് ഒരുപാട് സപ്പോർട്ടാണ്. ഞാൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ മിക്കതും പാടാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ മേഖലയിൽ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷം ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നതിൽ, ഇവരെക്കുറിച്ച് ഇങ്ങനെ ഒരു മീഡിയയിൽ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബ്രദർ പറഞ്ഞു. അപ്പോൾ ഇനി തുറന്ന് ഈ സംഗീതമായിട്ട് മുമ്പോട്ട് പോകാനാണ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പോവുക. മെയിൻ സിനിമ പാട്ടൊന്നും പശ്ചാത്തലം ഒരുക്കുകയില്ല, ഇല്ല, അങ്ങനെ താല്പര്യമില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. അല്ല, ഇത്രയും കഴിവുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സിനിമാ ഫീൽഡിൽ പോയാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതൊന്നും വേണ്ട, കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അത് മാത്രമല്ല ഞാൻ എൻ്റെ അടുത്ത് പാട്ടുകളുമായിട്ട് വരുന്ന, അതും കൂടി ഞാൻ ഒരു വാക്ക് പറയുകയാണ്. ഒരുപാട് ദൈവദാസന്മാരുടെ പാട്ടുകൾ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത പാട്ടുകളിൽ എനിക്ക് തോന്നുന്ന ബഹുഭൂരിപക്ഷം ദൈവദാസന്മാരെഴുതിയ പാട്ടുകളാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം? അപ്പോൾ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയാറുണ്ട്, ഇന്ന സാഹചര്യത്തിൽ. അങ്ങനെ അവരുടെ അനുഭവങ്ങളിൽ നിന്നും എഴുതുന്ന പാട്ടുകളാണ്. ചില പാട്ടുകളൊക്കെ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശ, ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ പാട്ടുകളൊക്കെ നമ്മൾ ചെയ്യുമ്പം ഈ ദൈവദാസന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഇതിന് നല്ലൊരു സാമ്പത്തിക ചെലവുണ്ട്. നമ്മളിപ്പോഴത്തെ പാട്ടുകൾ ചെയ്യുമ്പം വെറിയ ഒരു ഓഡിയോ മാത്രം പോരാ, അതിൻ്റെ വീഡിയോ വേണം, വിഷ്വൽ വേണം, എങ്കിലേ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഈ വിഷ്വലൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ലൊരു പൈസ ഇതിന് ചിലവാണ്. അപ്പോൾ അത് മുടക്കാൻ നമ്മുടെ ദൈവദാസന്മാരുടെ ഇടയിൽ ആളുകൾ അങ്ങനെ പ്രാപ്തിയുള്ളൊരു വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ പാട്ട് എഴുതുന്ന ആളുകളൊക്കെ ഓരോ അനുഭവത്തിൽ കൂടിയാണല്ലോ എഴുതുന്നത്. അപ്പോൾ ഇവർ ഈ പാട്ടുമായിട്ട് വരുമ്പോൾ എൻ്റെ അടുത്തത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം സത്യത്തിൽ ഞാൻ അവരോട് ആരോടും അങ്ങനെ അതിൻ്റെ ഒരു സാമ്പത്തിക ഒരു പേയ്മെൻറ്റ് പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യാറില്ല. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലുള്ള മറ്റുള്ള ആളുകളെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് വർക്ക് അങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് പറയാതെ ഞാനിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ ഞാനിത് ദേവദാസന്മാരുടെ അടുക്കൽ അങ്ങനെ പറയാറില്ല. അവരാൽ കഴിയുന്ന കാര്യങ്ങൾ വെച്ച് മുമ്പോട്ട് വർക്കുകൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാട്ടുകൾ പുറത്തു വരട്ടെ. കഴിഞ്ഞകാല ഭക്തന്മാർ അവരുടെ അനുഭവത്തിൽ എഴുതിയ പാട്ടുകളാണ് ഇന്നും നമ്മൾ പാടുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന. ഒപ്പം പുതിയ പാട്ടുകളുമുണ്ട്. അപ്പം പുതിയ തലമുറകൾ പുതിയ പാട്ടുകൾ പാടട്ടെ. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുമെന്നാണല്ലോ വചനത്തിൽ പറഞ്ഞത്. അപ്പോൾ പുതിയ പാട്ടുകൾ എപ്പോഴും വരട്ടെ, പഴയതും നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. അപ്പം പുതിയ പാട്ടുകളെ എന്നാലാവോളം അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് പുറത്തു കൊണ്ടുവരിക. നമ്മുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇപ്പോഴത്തെ മീഡിയ പാട്ടുകൾ യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലൊക്കെ അത് നിലനിൽക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു ജനറേഷൻ ഒരു പാട്ട് എന്താണ്, ആ പാട്ട് ആരാണ് എന്നൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഇത്
ഉപകരിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ പുതിയ പാട്ടുകൾ അങ്ങനെ വരട്ടെ, അതുകൊണ്ട് ആ നിലകളിൽ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം ബ്രദറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഗോസ്പൽ TV UPയോട് നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു അവസരം തന്നതിന്. ഈ ചാനൽ അനേകരിലേക്ക് എത്തട്ടെ, ദൈവത്തിൻ്റെ നാമത്തിന് ഇത് കൂടുതലായിട്ടത് ഉപകരിക്കപ്പെടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ നന്ദിയും സന്തോഷമൊക്കെ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു.